ഗായ്സ്, അപ്പം ഞാൻ ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ വിചാരിക്കും അപ്പോൾ വലിയ ലോങ് ആയിരിക്കും വീഡിയോ. ഞാൻ പൊതുവേ ലോങ് വീഡിയോ കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത് വേറെ ഒന്നല്ല, ചെയ്ത് വരുമ്പോൾ ലോങ് വീഡിയോ ആയി വരുന്നതാണ്. അപ്പം ഞാനത് ചെറുതാക്കാൻ നിൽക്കാറില്ല. അപ്പം ഞാൻ വിചാരിച്ചു പരമാവധി റൂമിൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ എടുക്കുക, അങ്ങനെ സെപ്പറേറ്റ് എടുക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം ഓണത്തിന് ക്ലീനിങ് ചെയ്യാനായിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ പിന്നെ വലിയ ഇതറിയില്ലല്ലോ, ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ ഒട്ടും പറ്റില്ല, വയ്യാണ്ടൊക്കെ വരും. അപ്പോൾ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനിന്ന് ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എൻ്റെ റൂം ക്ലീൻ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഞാനൊരു ഓൺലൈൻ വഴി ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കസിൻ അനിയത്തിൻ്റെ അടുത്ത് കണ്ടപ്പോൾ ഞാൻ ഓർഡർ ആക്കിയതാണ്. അവളോട് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ, ആമസോണിൽ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ നന്നായിട്ട് അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണിത്. അപ്പം ഞാനിത് ഫ്രെയിം തൂക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമുക്ക് ക്ലീനിങ് ചെയ്യാം. ഇനി അധികം നേരം സംസാരിച്ച് കഴിഞ്ഞാൽ ലോങ് വീഡിയോ പോകും, അതുകൊണ്ടാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കബോർഡ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. വലിയ കാര്യമായിട്ട് വൃത്തിയാക്കാനില്ല, ഇതിന് മുന്നേ ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ യൂട്ടിലെ ഡ്രസ്സൊക്കെ മടക്കി ഒരു ചെറിയ കൊട്ടയിലാക്കി വെച്ചിട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേറെ കൊട്ടയിൽ നിന്ന് എടുത്തിട്ട് കൊച്ചിൻ്റെ വീട്ടിലുള്ള ഡ്രസ്സും അതിനുള്ളിലാക്കി വെച്ച് പഴയ ഡ്രസ്സുകളൊക്കെ കത്തിച്ച് കളയാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മാസ്ക് നിർബന്ധമായിട്ടും ഇടണം കേട്ടോ. ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ മാസ്ക് യൂസ് ചെയ്യാറുണ്ട്. അത് എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ടുമാണ്. പക്ഷേ അലർജിയുടെ പ്രോബ്ലം ഇല്ലാത്ത ആരായാലും മാസ്ക് യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. ഓണത്തിന് എല്ലാവരും ക്ലീനിങ് ഒക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു നേരത്തെ ക്ലീനിങ് തുടങ്ങാമെന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ റൂമാണ് ക്ലീനിങ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ജനാലകളിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു, കുറേ നാളായി പൊടി തട്ടിയിട്ട്. അപ്പോൾ കുറേ വൃത്തിയാക്കാനുണ്ടായിരുന്നു. കാണുമ്പോൾ വലിയ പൊടിയൊന്നും ഇല്ലെങ്കിലും ആ കോർണറിൽ ഞാൻ ഒട്ടും പൊടി തട്ടാറില്ല. അപ്പോൾ അമ്മ വന്നിട്ട് ഹെൽപ്പ് ചെയ്തിട്ടോ. നല്ലോണം പൊടി ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഭാഗത്തൊന്നും അങ്ങനെ ഇതാക്കാറില്ല. കട്ടിൽ നീക്കാൻ ഭയങ്കര പാടാട്ടോ. 2 കട്ടിൽ കൂടെ കൂട്ടി കെട്ടിയിരിക്കുകയാണ് കേട്ടോ. അവിടെ സെപ്പറേറ്റ് ഈ വുട്ടിനെ കെട്ടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇതാക്കിയതാണേ. ആദ്യം ഞാൻ പുൽച്ചൂലാണ് ഇട്ടെടുത്തത്, പിന്നെ വിചാരിച്ചു ഈർക്കിലി ചൂല് എടുക്കാമെന്ന്, അതാവുമ്പോൾ പെട്ടെന്ന് കഴിയും. അപ്പം കട്ടിലിൻ്റെ അടിയിൽ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ കട്ടിലിൻ്റെ അടിയിലേക്കൊന്നും ഞാൻ അങ്ങനെ അടിക്കാറില്ല അങ്ങനെ അധികം. പിന്നെ വല്ലപ്പോഴും ഇങ്ങനെ അടിക്കാറുള്ളൂ. നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടോ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ തലോണ കവറൊക്കെ മാറ്റിയിട്ടിട്ട് ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ട് അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ബെഡ്ഷീറ്റ് പുതിയത് വിരിച്ചിട്ടോ. പക്ഷേ വിരിക്കുമ്പോൾ ഭയങ്കര പാടാണ്. അപ്പുറം 2 പേരുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ആ വിടവ് നീക്കിയിട്ടുണ്ടായില്ല, അപ്പോൾ സുഖമായിട്ട് വേഗം വിരിച്ചിടാൻ പറ്റി. ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷം തലോണക്കവർ ഇട്ടു. അങ്ങനെ കട്ടിൽ നീക്കിയിട്ടുണ്ടായി. അപ്പോൾ വിചാരിച്ചു വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കുപ്പിയാണ് 2 ലിറ്ററിൻ്റെ. അത് കഴിഞ്ഞ് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ലിക്വിഡ് എടുത്ത് വെറുതെ ടൈലിൽ ഒഴിച്ചു കൊടുത്തിട്ടോ. ഞാൻ വെള്ളത്തിൽ മുക്കാറില്ല പലപ്പോഴും. റൂമിലൊക്കെ നല്ല സ്മെല്ല് വരണമെങ്കിൽ ലിക്വിഡ് എടുത്ത് വെറുതെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ റൂമിലൊരു ഫ്രഷ്നെസ്സൊക്കെ തോന്നും. അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം മിറർ ഗ്ലാസ് തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ തുടച്ചിട്ടോ. അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഫുള്ളായിട്ട് ക്ലീനിങ് ചെയ്യുന്നത് ഷോർട്ടാക്കിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണേ. അപ്പോൾ ഓക്കെ, ബൈ.